അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയുടെ ഒരു ഹദീസ് കേൾപ്പിക്കുകയാണ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഉസിറത്ത് അലൈഹി ഹാജത്തു മിൻ അംരി ദീനിഹി ഔ ദുനിയാഹു. ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ എന്തു ബുദ്ധിമുട്ട് വന്നാലും അത് ദീനിൻ്റെ കാര്യമാവട്ടെ ആഖിറത്തിൻ്റെ കാര്യമാവട്ടെ, ഒരു വിഷമമോ ഒരു വ്യാജാരോ ഒരാൾക്ക് പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഒരു കാര്യം മുത്തനബി പഠിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഫൽ യുക്സിർ മിനസ്വലാത്തി അലയ്യ, അവൻ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചെല്ലട്ടെ. വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളും നേരിടുന്നു, ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള എത്രയോ വിഷമങ്ങൾ, വേജാറുകൾ, ആരോടും പറയാൻ വയ്യാത്തക്ക എത്രയോ വിഷമങ്ങൾ നാം അനുഭവിക്കുന്നു. എല്ലാവർക്കും പരിഹാരമാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അത് നല്ല ഹുബ്ബോടുകൂടെ നല്ല ഇഷ്കോടുകൂടെ മുത്തുനബിയെ മനസ്സിൽ കരുതികൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതികൊണ്ട് തീർച്ചയായും സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ അതിന് പരിഹാരമുണ്ട്. കാരണം പരിഹാരം നൽകുന്നവൻ അള്ളാഹുവാണല്ലോ. എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ വേജാറുകളും ഉദ്ദേശിക്കുന്നവനും നൽകുന്നവനും അവൻ തന്നെയാണ്. അതിനുള്ള പരിഹാരം അവനിൽ തന്നെയാണ്. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്ക് അള്ളാഹു അത് ഏറ്റെടുക്കുകയാണ്. കാരണം അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ നാം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അത് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബി വീണ്ടും പറയുന്നു, ഫഇന്നല്ലാഹ യസ്തഹി അൻ യുറദ്ദ അബ്ദഹു ഫി ഹാജത്തിൻ ഇദാ കാന ദുആഉഹു ബൈന സ്വലാത്തൈനി അലയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയാണ്, അവനൊരിക്കലും തട്ടുകയില്ല. എന്ത് ഒരു അടിമയുടെ ദുആ, എങ്ങനെയുള്ള ദുആ? അത് രണ്ട് സ്വലാത്തിന്റെ ഇടയിലായി കഴിഞ്ഞാൽ എങ്ങനെ രണ്ട് സ്വലാത്ത്? സ്വലാത്തുൻ ഖബല സുവാലി വ സ്വലാത്തുൻ ബഅദ സുവാൽ. ഒരു കാര്യം റബ്ബിനോട് ചോദിക്കൽ എങ്ങനെയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. ഒരു കാര്യം റബ്ബിനോട് നിങ്ങൾക്ക് ചോദിക്കണോ, റബ്ബിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ സാധിപ്പിച്ചെടുക്കണോ എന്നെങ്കിൽ ഈ രീതിയിൽ റബ്ബിനോട് ദുആ ചെയ്തോളൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഇങ്ങനെ രണ്ട് സ്വലാത്തിൻ്റെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ രണ്ട് സ്വലാത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം റബ്ബിനോട് ചോദിച്ചാൽ, ഒരു കാര്യം റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായും ആ ദുആക്ക് റബ്ബ് ഉത്തരം നൽകിയിരിക്കും, അവൻ അത് സാധിപ്പിച്ചു തരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നാം ഇന്ന് കൈവിട്ട ഏറ്റവും വലിയൊരു അപകടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ആരുടെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും അവരുടെ എല്ലാം ജീവിതത്തിൽ മുത്തുനബിയുമായി ബന്ധപ്പെട്ട്, മുത്തുനബിയുടെ സ്വലാത്തുമായി ബന്ധപ്പെട്ട് പലതും അവർക്ക് പറയാനുണ്ട്. എന്തുകൊണ്ട് അവർ ഇത്ര വലിയ സ്ഥാനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്, ഏത് മേഖലയിൽ ആരെവിടെ എങ്ങനെ ഇവിടെ ആത്മീയമായി ഉയർന്നിട്ടുണ്ടെങ്കിലും അതൊക്കെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ആ ബറകത്ത് കൊണ്ട്, അവിടുത്തെ സ്വലാത്തിൻ്റെ ബറകത്ത് കൊണ്ടാണെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമുക്കും ആ സ്വലാത്തിലൂടെ പരിഹാരമുണ്ട്. പക്ഷേ ഈമാൻ ഉണ്ടാകണം, നല്ല ഇഷ്കുണ്ടാകണം, നല്ല ഹുബ്ബുണ്ടാകണം.
അള്ളാഹുവിനെ കരുതികൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരുതികൊണ്ട്, മുത്തുനബി ഈ പറഞ്ഞത് ഇതൊന്നും വെറുതെയല്ലല്ലോ എന്ന് നല്ല മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതേ മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. ധാരാളം സ്വലാത്ത് ചൊല്ലി അതേ ഒരു കാര്യം വരുമ്പോഴേക്ക്, ഒരു ദുആ റബ്ബിനോട് ചോദിക്കുമ്പോഴേക്ക് ഈ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദുആർക്കാൻ ഓർക്കണം. തീർച്ചയായും ആ കാര്യം സാധിച്ചിരിക്കും. റബ്ബ് അത് സാധിപ്പിച്ചു തരും. എല്ലാത്തിനും കൈവല്ലവൻ അവനാണ്, എല്ലാം തരുന്നവൻ അവനാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ വസീലയാക്കി സ്വലാത്തിനെ ഒരുക്കിപ്പൊടിച്ച് അതേ റബ്ബിനോട് ചോദിച്ചാൽ ആ കാര്യം സാധിച്ചു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.